നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പായി വോട്ടെടുപ്പ് ജൂൺ 19-ന്, വോട്ടെണ്ണൽ ജൂൺ 23-ന്. നാളെ വിജ്ഞാപനം. സ്ഥാനാർത്ഥികളെ ഉടൻ പ്രഖ്യാപിക്കാനുള്ള ഓട്ടത്തിൽ മുന്നണികൾ. UDFന്റെ പ്രഖ്യാപനം ഇന്ന് തന്നെ ഉണ്ടാകും. ആര്യാടൻ ഷൗക്കത്ത് തന്നെയെന്ന് സൂചന. ഒറ്റക്കെട്ടായി നിലമ്പൂർ പിടിച്ചെടുക്കുമെന്ന് UDF കൺവീനർ അടൂർ പ്രകാശ്. സ്ഥാനാർത്ഥി നിർണയത്തിൽ ഇടപെടില്ലെന്ന് PV അൻവർ. വീണ്ടും സ്വതന്ത്ര പരീക്ഷണമോ പാർട്ടി സ്ഥാനാർത്ഥിയോ? ഇടതു തീരുമാനം നിലമ്പൂരിൽ നിർണായകം. പരിഗണനയിൽ M സ്വരാജ് അടക്കമുള്ളവർ. വൻ ഭൂരിപക്ഷത്തോടെ ജയമുറപ്പെന്ന് MV ഗോവിന്ദൻ. PV അൻവർ LDFനെ ഒറ്റുകൊടുത്ത യൂദാസ് എന്നും CPM സംസ്ഥാന സെക്രട്ടറി. അപകടത്തിൽപ്പെട്ട കപ്പൽ പൂർണ്ണമായി മുങ്ങി. കൂടുതൽ കണ്ടെയ്നറുകൾ കടലിൽ വീണെന്ന് കണ്ടെത്തൽ. ക്യാപ്റ്റനെ അടക്കം 3 പേരെയും പുറത്തെത്തിച്ചെന്നും നാവികസേന. 24 ജീവനക്കാരും സുരക്ഷിതർ. നാവികസേനയുടെ കപ്പൽ INS സുജാത അപകടത്തിൽപ്പെട്ട കപ്പലിന് അരികെ. അപകട കാരണം സംബന്ധിച്ചും വ്യക്തതയില്ല. തീരപ്രദേശത്ത് അതീവ ജാഗ്രതാ നിർദ്ദേശം. സൾഫർ കണ്ടന്റുകൾ അടങ്ങിയ കണ്ടെയ്നറുകൾ ഉച്ചയോടെ കൊച്ചി ആലപ്പുഴ തീരത്തടിഞ്ഞേക്കുമെന്ന് മുന്നറിയിപ്പ്. തുടരുതെന്ന് തീരവാസികൾക്ക് നിർദ്ദേശം. കണ്ടെയ്നറുകൾ പൊട്ടിയാൽ സ്ഥിതി ഗുരുതരമാകുമെന്ന് നിഗമനം. കപ്പലപകടം വൻ പാരിസ്ഥിതിക നാശത്തിന് വഴിവെച്ചേക്കുമെന്ന ആശങ്ക. മത്സ്യസമ്പത്തിനെ പ്രതികൂലമായി ബാധിച്ചേക്കാം. സാഹചര്യം വിലയിരുത്താൻ ചീഫ് സെക്രട്ടറി വിളിച്ച യോഗം ഉടൻ. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP ലക്ഷ്യമിടുന്നത് 20 നിയമസഭാ മണ്ഡലങ്ങൾ. തിരുവനന്തപുരം, ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലങ്ങളുടെ പരിധിയിൽ മാത്രമാറണം. തലസ്ഥാന മണ്ഡലങ്ങൾ പിടിക്കാൻ രാജീവ് ചന്ദ്രശേഖരും കുമ്മനം രാജശേഖരനും അംഗം കുറിച്ചേക്കുമെന്ന് സൂചന. സംസ്ഥാനത്ത് കനത്ത മഴ തുടരുന്നു. വ്യാപകമായ നാശനഷ്ടങ്ങൾ. ഇടുക്കിയിൽ മരം വീണ് ഇതര സംസ്ഥാന തൊഴിലാളി മരിച്ചു. മലപ്പുറം അരീക്കോട് വീടിന്റെ ചുമരിടിഞ്ഞു വീണ് കുഞ്ഞിന് പരിക്ക്. കഴിഞ്ഞ മഴക്കാലത്ത് ഉരുൾപൊട്ടിയ വിലങ്ങാട് വീണ്ടും മണ്ണിടിച്ചിൽ. മലങ്കര ഡാം മുന്നറിയിപ്പില്ലാതെ തുറന്നു. 5 വടക്കൻ ജില്ലകളിൽ റെഡ് അലേർട്ട്.